കഴിഞ്ഞ പണിപ്പുര ടാസ്കിൽ മത്സരിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ ഒരു ചെറിയ ഹണിയുടെ ബോട്ടിലെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിരാവിലെ തന്നെ നെവിൻ ആ ബോട്ടിൽ വന്ന് നോക്കുമ്പോൾ ബോട്ടിൽ അവിടെ കാണുന്നില്ല. എന്നിട്ട് നെവിൻ ചോദിക്കുന്നു, ഇവിടെയുള്ള ഹണി എവിടെ? ഹണി തീർന്നെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഹണിയുടെ ബോട്ടിൽ എവിടെ? ബോട്ടിലോടൊക്കെടുത്ത് കട്ടുകൊണ്ടുപോയോ എന്ന് പറഞ്ഞ് ഹണി എവിടെ എന്ന് കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഹണി ആരോ കട്ടുകൊണ്ടുപോയി, അതാരാ എന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ള പല സാധനങ്ങളും പലരും കട്ടെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നെവിൻ പറയുന്നു, ഇതെല്ലാവരും വരുമ്പോ ചോദിക്കണം. കാരണം എന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ നല്ല രസമായിരുന്നല്ലോ പറയാനും ചോദിക്കാനും. ഇപ്പൊ എന്താ ഒന്നും പറയാനില്ലേ? ഇന്നലെ രാത്രി വരെ ഞാൻ ഇവിടെ ഹണി കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നെവിൻ അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ശാരിക പറയുന്നു, എടാ അത് അവിടെ നിർത്ത്, രാവിലെ തന്നെ പ്രശ്നം ഉണ്ടാക്കല്ലേ, അതവിടെ കഴിഞ്ഞു. അപ്പൊ നെവിൻ പറയുന്നു, സ്ത്രീയെ നിങ്ങൾക്കിത് പറയാൻ എന്താ അവകാശമാണുള്ളത്? എന്റെ കാര്യം ഞാൻ പറയും, ഒരാവശ്യമില്ലാതെ എന്റെ മേലെ മെക്കിട്ട് കയറാൻ വരരുത്. അപ്പൊ ശാരിക പറയുന്നുണ്ട്, കോരി തിന്നുമ്പോ ഓർക്കണം എന്ന് പറഞ്ഞതോടും കൂടി നെവിൻ, നിങ്ങൾ കണ്ടോ ഞാൻ തിന്നുന്നത്? നിങ്ങൾ ഇന്നലെയല്ലേ വന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശാരിക ഇളക്കാൻ നിൽക്കണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശാരികയും നെവിനും അതിരാവിലെ തന്നെ പൊരിഞ്ഞടിയാണ്. പിന്നീട് നെവിൻ പോയ ശേഷം അപ്പാനെ അവിടെയുള്ള എല്ലാവരോടും പറയുന്നു, ഹണി അക്ബർ എടുത്തു വെച്ചിട്ടുണ്ട്, ഇന്നലെ നെവിൻ ആണെന്ന് തോന്നുന്നു, അതിൽ നിന്നും എടുത്ത് ഒരുപാട് കഴിച്ചു, അത് കണ്ടതോടും കൂടി അവരെല്ലാം കൂടി അത് ഒളിപ്പിച്ചു വെച്ചു എന്നെല്ലാം പറഞ്ഞ് ആ തേന് കാണിക്കുമ്പോൾ അത് പകുതിയായിട്ടുണ്ടാകും. അപ്പോൾ അനുമോളെല്ലാം പറയുന്നു, അയ്യോ ഇത്രയൊക്കെ എടുത്തോ, ഇതെന്തായാലും ശരിയായില്ല. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, എന്റെ അടുത്ത് ജിസയിലാണ് പറഞ്ഞത് അവനാണ് എടുത്തത് എന്ന്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ശാരിക പറയുന്നു, എന്നിട്ടാണോ അവൻ ഇവിടെ കിടന്ന് ഇത്ര ഷോട്ടത്? ഇനി മുതൽ എല്ലാ സാധനങ്ങൾക്കും ഒരു കണക്കുണ്ടാകണം എന്നൊക്കെ ശാരിക പറയുമ്പോൾ നെവിൻ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് നെവിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത് എവിടെ നിന്ന് പൊന്തി വന്നു? അപ്പോൾ ശാരിക നെവിനോട് ചോദിക്കുന്നു, നീയല്ല ഇത് കഴിച്ച് ഇത്രയാക്കിയത്? അതെ ഞാൻ തന്നെയാണ്, അതുകൊണ്ടാണ് തേൻ ഇന്നലെ ഇവിടെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത്. ആവശ്യമുള്ളവർക്ക് തേനെടുത്ത് കഴിച്ചൂടെ? എന്നാൽ ഇനി അത് പറ്റില്ല, ഇനി കിച്ചൺ ടീമായിട്ടുള്ള ഞങ്ങളാണ് എല്ലാവർക്കും എല്ലാം എടുത്തു തരിക എന്നെല്ലാം പറയുന്ന അപ്പാനിയെല്ലാമാണ് ഇന്നലെ ലൈവിൽ കാണിച്ചത്. എന്നാൽ അതിന് പിന്നാലെ തന്നെ അനീഷും ഷാനവാസും ഒരടി നടക്കുന്നുണ്ട്. അനീഷ് പറയുന്നു, അക്ബർ എന്നോട് ചോദിക്കാതെ തേൻ എടുത്തു വെച്ചത് ശരിയായില്ല. അപ്പോൾ ഷാനവാസ് പറയുന്നു, അവൻ അത് എടുത്തു വെച്ചത് കൊണ്ട് ഇത്രയെങ്കിലും കിട്ടി, നിങ്ങളുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലൈവിൽ അതിരാവിലെ തന്നെ പൊരിഞ്ഞടിയെല്ലാമാണ് നടക്കുന്നത്. ഇനി ഇതെന്തായി തീരുമെന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ ലോട്ട്സ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.